നമസ്കാരം. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു. കേരളത്തിൻ്റെ മലയാളി സമൂഹം നാം ഒന്നടങ്കം വിശ്വസിക്കും. ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പോലീസ് സേനയ്ക്ക് ആകെ അപമാനമുണ്ടാക്കുന്നൊരു വാർത്തയുണ്ട്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP സാബു അങ്കമാലിയിൽ ഗുണ്ടാ നേതാവിൻ്റെ തമ്മനം ഫൈസലിൻ്റെ വിരുന്നു സൽക്കാരത്തിന് പങ്കെടുത്ത ഒരു വാർത്ത. ആ വിരുന്നു സൽക്കാരത്തിന് പങ്കെടുത്ത 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടും സാബുവിനെ ഉൾപ്പെടെ സസ്പെൻഷൻ ചെയ്തുകൊണ്ട് പിണറായി വിജയൻ മാതൃകാപരമായിട്ട് ശിക്ഷ നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അടിയന്തരമായി വിളിച്ചു ചേർത്ത് യോഗം ചേർന്ന് വിഷയങ്ങൾ അവതരിപ്പിക്കുകയാണ്. മലയാളിക്ക് ആശ്വസിക്കാൻ ഇനി മറ്റെന്താണുള്ളത്? കേരളത്തിൽ ഗുണ്ടാസംഘങ്ങളെ അപ്പാടെ അമർച്ച ചെയ്തുകൊണ്ട് ഇനി പുതിയൊരു ഒരു നവകേരളത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് ആശ്വസിക്കാൻ തന്നെ വകയുണ്ട് എന്നുള്ളതാണ് ഈ അടിയന്തരമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു ചേർത്തുകൊണ്ട് പിണറായി വിജയൻ പെട്ടെന്ന് നടപടിയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ദ പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ നടപടിയെക്കുറിച്ച് ഒരു വിഷയം സൂചിപ്പിക്കുന്നത് ഞാൻ കണ്ടു. ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ ചാനലിലൂടെ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായിട്ടുള്ള ഓം പ്രകാശ് മറ്റൊരു ഗുണ്ടാ സംഘത്തിൻ്റെ നേതാവുമായിട്ട് വാക്കേറ്റമുണ്ടായ സമയത്ത് കൃത്യമായിട്ട് DYSP റാങ്കിലുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരുടെ തങ്ങളിലുള്ള തർക്കം പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ഇടപെടുകയും അവരെ ഒന്നാം പിണറായി സർക്കാർ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായി കണ്ടുപിടിച്ച് മാതൃകാപരമായിട്ട് ശിക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ചാനലിലൂടെ ആ അവതാരകൻ പറഞ്ഞു വയ്ക്കുന്നത്. ഒരുപക്ഷേ അവതാരകന് കൃത്യമായിട്ട് ആരാണ് ഓം പ്രകാശ് എന്നുള്ളതിൻ്റെ അറിവിൻ്റെ അജ്ഞതയാണോ എന്ന് തന്നെ നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓം പ്രകാശ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് SFIയിലൂടെ വളർന്നു വന്ന യൂണിവേഴ്സിറ്റി കോളേജിൽ SFIക്ക് വേണ്ടിയിട്ട് അക്രമങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് തയ്യാറായ ഒരു സമർത്ഥനായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും താൻ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളിലും കൃത്യമായിട്ട് വലിയ മുന്നേറ്റം തൻ്റെ പാഠ്യപദ്ധതികൾ വലിയ വിജയം കരസ്ഥമാക്കുവാൻ സാധ്യമായിട്ടുള്ള നല്ല ഒരു കഴിവുള്ള ഒരു നല്ലൊരു വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിയായിരുന്നു SFI എന്ന വിദ്യാർത്ഥി സംഘടനയുടെ കലാലയ ജീവിതത്തിലൂടെ ഒരു കൊടും ക്രിമിനലായിട്ട് പരിണമിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം DYFIയുടെ ചുമതലയിലേക്ക്, ഏരിയ കമ്മിറ്റിയിലേക്കും അതിൻ്റെ ചുമതലയിലേക്കൊക്കെ വരുന്നു. പിന്നീട് തിരുവനന്തപുരം സിറ്റി കേന്ദ്രീകരിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾക്ക് DYFIയുടെ ചുമതലയിലിരുന്നു കൊണ്ട് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് നാം പിന്നീട് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള ആത്മമിത്രമായിട്ടുള്ള ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിട്ടുള്ള അജിത്ത് എന്ന് പറയുന്ന യുവാവിനെ കൊലപ്പെടുത്തിയത് കൃത്യമായിട്ട് ശിവസേന പ്രവർത്തകനായിട്ടുള്ള അജിത്തിനെ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടാണ് ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തി ജീവിതത്തിലേക്ക് രാഷ്ട്രീയം എന്ന് പറയുന്ന ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് രാഷ്ട്രീയം ചെലുത്തിയ ആ ക്രിമിനൽ സ്വാധീനത്തെയാണ് വിളിച്ചു പറയുന്നത്. തൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള ആത്മമിത്രമായിട്ടുള്ള അജിത്തിനെ കൊലപ്പെടുത്തിയത് ഈ ഓം പ്രകാശായിരുന്നു. കൃത്യമായിട്ട് CPMൻ്റെ പ്രവർത്തനത്തിലൂടെ കൊടും ക്രിമിനലായിട്ട് ഗുണ്ടാ നേതാവായിട്ട് വളർന്നു വന്ന ഓം പ്രകാശിനെ പാർട്ടിയുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിലെല്ലാം ഉപയോഗിക്കുകയാണ് ഈ ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നാളിതുവരെ ചെയ്തു വന്നിരുന്നത് എന്നുള്ളത് തിരുവനന്തപുരം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖവിരയില്ലാതെ അറിവുള്ള വസ്തുത തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഏതു ചാനൽ ഏതു തരത്തിലൊക്കെ വെള്ളപൂശിക്കൊണ്ട് പിണറായി വിജയനെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ട് പിണറായി സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള മേൽക്കോയ്മ വിളിച്ചു പറയുവാൻ വേണ്ടിയിട്ട് തയ്യാറായാലും വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു തയ്യൽ തൊഴിലാളിയെ നിഷ്കരുണം വെട്ടിക്കൊലപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുവാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ട് കേരളത്തിനെ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൊലപാതക രാഷ്ട്രീയത്തെ മാറോടണച്ച പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് കൃത്യമായിട്ട് ഗുണ്ടകളെ പരിപാലിക്കുവാനും താലോലിച്ച് വളർത്തുവാനും മാത്രമേ കേരളത്തിൽ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഈ കേരളത്തിൽ ചിന്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ തമ്മനം ഫൈസലിൻ്റെ വീട്ടിൽ സൽക്കാരത്തിന് പോയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുത്തു എന്ന് പറയുമ്പോഴും
ഈ തിരുവനന്തപുരത്ത് ഓം പ്രകാശും അതുപോലെ തന്നെ മറ്റൊരു ഗുണ്ടാ നേതാവുമായിട്ടുള്ള തർക്കത്തിൽ കൃത്യമായി ഇടപെട്ട ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായി സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള നടപടി സ്വീകരിച്ചു പിണറായി സർക്കാർ എന്ന് പറയുമ്പോഴും ഈ ഗുണ്ടകളെല്ലാം ഏകീകരിച്ച് കേരളത്തിൽ ഒരു ഗുണ്ടാ സംഘങ്ങളുടെ ഒരു ഏകീകൃത സ്വഭാവമുണ്ടാക്കിക്കൊണ്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങളെ ഭയപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള പരിശ്രമം ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നും പൂർവാധികം ശക്തിയായിട്ട് തുടരുന്ന വസ്തുതയാണ് എന്ന് ഈ അരിയാഹാരം കഴിക്കുന്ന പ്രബുദ്ധരായിട്ടുള്ള ഏതു മലയാളിക്കാണ് അറിയാത്തത്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലൊക്കെ ഏത് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സഖാവ് വിളിച്ചു ചേർത്താലും കൃത്യമായിട്ട് ഈ പിണറായി വിജയൻ്റെ മുഖത്ത് എഴുതി ചേർത്തിരിക്കുന്ന ബാനർ എന്ന് പറയുന്നത് അത് ഒരു കൊടും ക്രിമിനലായിട്ടുള്ള ഒരു കുറ്റവാളിയായിട്ടുള്ള ഒരു തയ്യൽ തൊഴിലാളിയെ വെട്ടിക്കൊലപ്പെടുത്തി, വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന തയ്യൽ തൊഴിലാളിയെ വെട്ടിക്കൊലപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ നേതാവായിട്ട് രംഗപ്രവേശനം ചെയ്ത ഒരു കൊടും ക്രിമിനലായിട്ടുള്ള ഒരു കുപ്രസിദ്ധ ഗുണ്ടയായിരുന്ന പിണറായി വിജയൻ പിന്നീട് മുഖ്യമന്ത്രിയായ ചരിത്രമാണ് കേരളത്തിൻ്റെ ഈ പിണറായി മന്ത്രിസഭയുടെ വൃത്തികെട്ട ചരിത്രത്തിൻ്റെ പിന്നാമ്പുറം എന്നുള്ളത്. അത് കേരളത്തിന് അപമാനകരമായിട്ടുള്ള രാഷ്ട്രീയ ചിത്രം തന്നെയാണ്. അത് ഭാവിയിലെ കേരളത്തിൻ്റെ അപമാന രാഷ്ട്രീയ ചരിത്രം കൂടിയാണ്. നന്ദി, നമസ്തേ.